ഹായ്, ഞാൻ ഐഷ നോറൻ. എൻ്റെ സ്റ്റഡീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജാമിയ ഇസ്ലാമിൽ നിന്നായിരുന്നു. മീഡിയ ആൻഡ് ഗവർണൻസിലായിരുന്നു എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ. അതിനുശേഷം കുറച്ചു കാലം റിപ്പോർട്ടറായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് പ്രിപ്വൈസിലേക്ക് ഞാൻ എത്തുന്നത്. മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസം ഫാക്കൽറ്റി ആയിട്ട് പ്രിപ്വൈസ് UG+ലേക്കാണ് ആദ്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം 2022-23 ഇയറിൽ, അതായത് CUET 2022-23 എക്കണമിക്കൽ ബാച്ചിൻ്റെ മെൻറ്റർഷിപ്പ് ലീഡായിട്ടാണ് കഴിഞ്ഞ വർഷം ഞാൻ പ്രിപ്വൈസ് UG+ൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി ഇറ്റ് വാസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അതേസമയം തന്നെ വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക് കൂടിയായിരുന്നു ഒരു മെൻറ്റർഷിപ്പ് ലീഡ് ആവുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഒരേ സമയം മെൻറ്റേഴ്സിനെയും, അതായത് ജൂനിയർ മെൻറ്റേഴ്സിനെയും അതുപോലെ തന്നെ സ്റ്റുഡൻസിനെയും ആയിരുന്നു എനിക്ക് ഗൈഡ് ചെയ്യേണ്ടിയിരുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം റെസ്പോൺസിബിലിറ്റി ആവശ്യപ്പെടുന്ന ഒരു ടാസ്ക് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പൊസിഷനായിരുന്നു മെൻറ്റർ ലീഡ് എന്ന് പറയുന്ന ഈ ഒരു കഴിഞ്ഞ വർഷം ഞാൻ നിർവഹിച്ചിട്ടുണ്ടായിരുന്ന റോള്. ഒരുപാട് ഇൻടേക്സ് അതിൽ നിന്ന് എനിക്ക് എടുക്കാനുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ അത്രയും തന്നെ അതിലേക്ക് കൊടുക്കാനും ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ അണ്ടറിലുള്ള സ്റ്റുഡൻസിൻ്റെ ഒരു നേച്ചർ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റീസിലായിട്ട്, അതായത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലായിട്ട് പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഗൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം UG+ൻ്റെ അണ്ടറിലാണ് നമ്മളുടെ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിൽ എല്ലാവരും തന്നെ CUT സ്റ്റുഡൻസ് മാത്രമായിരുന്നില്ല നമ്മളുടെ അണ്ടറിലുണ്ടായിരുന്നത്. പലതരം പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ, അതായത് CUETയിലൂടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എയിം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ TISS ക്യാമ്പസുകൾ ആഗ്രഹിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് നമ്മളുടെ അണ്ടറിലുണ്ടായിരുന്നു. IIT ക്യാമ്പസുകളിലേക്ക് എത്താനായിട്ട് ട്രൈ ചെയ്യുന്ന സ്റ്റുഡൻസും നമ്മളുടെ അണ്ടറിലുണ്ടായിരുന്നു. അപ്പം ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനുള്ള കണ്ടൻസും മെൻറ്റർഷിപ്പും ഒക്കെ ആയിരുന്നു നമുക്ക് കഴിഞ്ഞ ഇയറിൽ പ്രൊവൈഡ് ചെയ്യേണ്ടിയിരുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു മെൻറ്റർഷിപ്പ് ടീമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം വളരെയധികം ടേണിംഗ് പോയിന്റിലാണ് ഈ നമ്മളുടെ നേരത്തെ പരാമർശിക്കപ്പെട്ടുള്ള സ്റ്റുഡൻസ് ഉള്ളത്. കാരണം അവരുടെ അക്കാഡമിക്കൽ ലൈഫിലെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക്, അതും വളരെയധികം ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് കടക്കുന്ന സ്റ്റുഡൻസിനെയാണ് നമുക്ക് ഗൈഡ് ചെയ്യാനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷൻസും, അവർക്ക് ഏതൊക്കെ ടൈമിൽ ഏതൊക്കെ ഇൻഫർമേഷൻ കൊടുക്കണം എന്നുള്ളതും ഒക്കെ വളരെയധികം അവരുടെ ജേർണീനെ എഫക്റ്റ് ചെയ്യുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഹോൾ റെസ്പോൺസിബിലിറ്റി ആവശ്യപ്പെടുന്ന ടാസ്കുകളായിരുന്നു നമുക്ക് എടുക്കാനുണ്ടായിരുന്നത്. ഒരേ സമയം കണ്ടൻസോ ഇൻഫർമേഷൻസോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇമോഷണൽ ഷെയറിങ്ങും ഈ ഒരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നിർവഹിക്കാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇമോഷണൽ മാനേജ്മെൻറ്റോ, അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ലിസൺ ചെയ്യുക എന്നുള്ളത്, അവരുടെ ലൈഫ് സിറ്റുവേഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതിനനുസരിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള വലിയൊരു റെസ്പോൺസിബിലിറ്റി ആയിരുന്നു നമ്മളുടെ ടീമിനുണ്ടായിരുന്നത്. നമ്മളുടെ ജൂനിയർ മെൻറ്റേഴ്സ് എല്ലാവരും തന്നെ വളരെ സക്സസ്ഫുള്ളി, അല്ലെങ്കിൽ വളരെയധികം എഫക്റ്റീവായിട്ട് അങ്ങനെ ഒരു മെൻറ്റർഷിപ്പ് ടാസ്ക് നിർവഹിച്ചവരാണ്. ജൂനിയർ മെൻറ്റേഴ്സിൻ്റെ ഒരു നേച്ചർ പറയുകയാണെങ്കിൽ തന്നെ അവരെല്ലാവരും തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് എന്നുള്ളത് അവരെ ലീഡ് ചെയ്യുന്നതിലും, അതുപോലെ തന്നെ അവരെ ഉപയോഗിച്ച് നമ്മളുടെ സ്റ്റുഡൻസിന് മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലും ടീമിനെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ്. കാരണം നമ്മളുടെ സ്റ്റുഡൻസ് എല്ലാവരും തന്നെ അല്ലെങ്കിൽ നമ്മളുടെ ജൂനിയർ മെൻറ്റേഴ്സൊക്കെ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു പൊസിഷനിൽ എത്താൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പം അങ്ങനെ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകാനാവുക എന്നുള്ളതായിരുന്നു മെൻറ്റർഷിപ്പ് ടീമിൻ്റെ ഏറ്റവും നല്ല വിജയം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ, അവരുടെ ഒരുപാട് സിറ്റുവേഷൻസ് നമുക്ക് റിലേറ്റബിൾ ആയിരുന്നു, അല്ലെങ്കിൽ അവരുടെ ഒരു ജേർണിയിലെ ഓരോ സ്റ്റേജസും നമുക്ക് അണ്ടർസ്റ്റാൻഡബിൾ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ സിറ്റുവേഷനിലും എന്താണ് അവർക്ക് ആവശ്യമായിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കിയവരായിരുന്നു ഇവിടെ ഇപ്പുറത്തുണ്ടായിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതായത് നമ്മളുടെ പ്രിപ്വൈസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മളുടെ അണ്ടറിലുള്ള എല്ലാ സ്റ്റുഡൻസിനും ആവശ്യമായിട്ടുണ്ടായിരുന്നത് ഇൻഫർമേഷൻസ് ആയിരുന്നു.
അവരുടെ അക്കാഡമിക്കലായിട്ടുള്ള ഇൻഫർമേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള എക്സാം റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആവട്ടെ, അല്ലെങ്കിൽ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഫാക്കൽറ്റീസ് റിലേറ്റഡ് ഇൻഫർമേഷൻസ് ആവട്ടെ, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു കൂട്ടം ഇൻഫർമേഷൻസ് ആയിരുന്നു എല്ലാവർക്കും ആവശ്യമായിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ ആക്ച്വലി വളരെ ഈസിലി അവൈലബിൾ ആണ്. പക്ഷെ Prepwise അവിടെ ഡിഫറെൻ്റ് ആവുന്നത് ഇത്തരം ഇൻഫർമേഷൻസ് വളരെയധികം ഓർഗനൈസ്ഡ് ആയിട്ട്, അതും ഇത് ഈസിലി അവൈലബിൾ ആവുന്ന ഈ ഒരു ഇൻഫർമേഷൻ ടെക്നിക്കൽ ഏജിൽ നിന്നുകൊണ്ട് തന്നെ ഇത്തരം ഇൻഫർമേഷൻസ് വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ടൈംലി ആളുകൾക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് എടുത്തുകൊണ്ടാണ് Prepwise ഇവിടെ ഡിഫറെൻ്റ് ആവുന്നത്. കാരണം നമ്മളുടെ അണ്ടറിലുള്ള സ്റ്റുഡൻസിന് ആയിരുന്നില്ല നമ്മൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു കൂട്ടം ആളുകൾക്ക്, അതായത് CUET-യിലൂടെയും TISSNET-ിലൂടെയും IIT JAM-ലൂടെയൊക്കെ കടന്നു പോകുന്ന, അല്ലെങ്കിൽ അതിനു പുറമേയുള്ള ഒരുപാട് എക്സാമിനേഷൻസിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ള ജനറൽ ഇൻഫർമേഷൻസും കോഴ്സ് കണ്ടൻസും ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് എല്ലാവർക്കുമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസും നമ്മളുടെ അണ്ടറിലുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ ആ ഒരു സ്റ്റേജിലുള്ള ഒരുപാട് സ്റ്റുഡൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാവാനായി എന്നുള്ള ഇതിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമായി എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് എൻ്റെ കഴിഞ്ഞ ജേർണിയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു ടീമിൻ്റെ ഭാഗമായി എന്നുള്ളതിൽ വളരെയധികം പ്രൗഡാണ് ഞാൻ. സോ താങ്ക് യു.